നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമാൻ ജനത ഒരിക്കലും മറക്കാത്ത ഒമാന്റെ രക്ഷകനും എക്കാലത്തെയും നായകനുമായ സുൽത്താൻ ഖാബൂസ് ബിൻ സെയ്ദ് അൽ സെയ്ദ് ഏവരെയും ദുഃഖത്തിലാഴ്ത്തി ജനുവരി 11 സ്നേഹം മാത്രം പകർന്നുകൊണ്ട് നമ്മെ വിട്ട് പിരിയുകയുണ്ടായി. എൻ്റെ ഒരു കാൽ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിലും മറ്റേക്കാൾ പുരോഗതിയിലേക്ക് കുതിക്കുന്ന ലോകത്തുമാണ്. ഓരോ ദശാബ്ദത്തിലും ഓരോ നൂറ്റാണ്ടിന് സമാനമായ പുരോഗതി കൈവരിക്കുമ്പോഴും ജനങ്ങൾ സ്വയം മറക്കുന്നില്ല. രാജ്യത്തിൻ്റെ സംസ്കാരത്തിലുള്ള അഭിമാനത്തിനപ്പുറം അവർക്ക് മറ്റൊന്നില്ല. ഒമാനി എന്ന വികാരത്തെക്കാൾ ഉയരത്തിൽ ഒരു ആവേശവും ഇല്ലെന്ന് ഖാബൂസിൻ്റെ ജനത പറയുന്നു. വിയോഗത്തിൽ ദുഃഖഭരിതരാണ് ഏവരും. 1970 ജൂലൈ 23 ഖാബൂസ് അധികാരമേൽക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും അന്ധകാരത്തിലായിരുന്നു ഒമാൻ. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, സ്വാതന്ത്ര്യത്തിലും സാമൂഹിക സുരക്ഷയിലുമെല്ലാം ഒമാൻ ഏറെ മുന്നിലെത്തി. രാജ്യത്തിൻ്റെ പേര് സുൽത്താനേറ്റ് ഓഫ് ഒമാൻ എന്ന് മാറ്റുകയാണ് ഖാബൂസ് ആദ്യം ചെയ്തത്. അതുവരെ മസ്കറ്റ് ആൻഡ് ഒമാൻ എന്നായിരുന്നു രാജ്യത്തിൻ്റെ പേര്. പാരമ്പര്യത്തിലും സംസ്കാരത്തിലും തികച്ചും വ്യത്യസ്തമായ രണ്ട് ധാരകളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഈ പേര്. ഒരു രാജ്യമെന്ന നിലയിൽ പൗരന്മാരുടെ ഇഴുകിച്ചേരൽ പൂർണ്ണമായും സാധ്യമായിട്ടില്ലെന്ന തോന്നൽ ഉളവാക്കുകയും ചെയ്തു. ഇതിനെല്ലാം പരിഹാരമായി ഒമാൻ എന്ന ഒറ്റപ്പേര് സുൽത്താൻ ഖാബൂസ് സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ പ്രവാസികളെയും ഒപ്പം ഇന്ത്യയെ അകമഴിഞ്ഞ് സ്നേഹിച്ച പ്രിയ ഭരണാധികാരി സുൽത്താൻ ഖാബൂസിനായി നമ്മുടെ കേരളത്തിൽ ഒരുങ്ങുന്നത് മറ്റൊന്നാണ്. മതേതരത്തിന് ഉദാഹരണമായി വിളങ്ങുന്ന കേരളം ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ആശ്ചര്യപ്പെടേണ്ടതുള്ളൂ. അന്തരിച്ച ഒമാൻ സുൽത്താൻ ഖാബൂസ് ബിൻ സെയ്ദിൻ്റെ ഓർമ്മയിൽ കോഴിക്കോട് എടച്ചേരിയിലെ കാക്കന്നൂർ ക്ഷേത്രത്തിലെ തിറമഹോത്സവത്തിനോടനുബന്ധിച്ച് അന്നദാനം നടത്തുന്നു. ഏറെക്കാലം ഒമാൻ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ ഖാബൂസ് ബിൻ സെയ്ദിൻ്റെ ഓർമ്മയുമായാണ് ഒരു കൂട്ടം പ്രവാസികൾ ഒന്നിക്കുന്നത്. സുൽത്താന്റെ സ്മരണാർത്ഥം അന്നദാനം നൽകുകയാണ് ഇവർ. ഫെബ്രുവരി 3 പ്രവാസികളുടെ നേതൃത്വത്തിൽ അന്നദാനം നടത്തുന്നത്. മലയാളികളെ സ്വന്തം നാട്ടിലെ ജനങ്ങളെപ്പോലെ കാണുകയും സ്നേഹിക്കുകയും ചെയ്ത സുൽത്താന്റെ ഓർമ്മയ്ക്കായാണ് അന്നദാനം. മതത്തിന്റെ മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കുന്ന ഈ കാലത്ത് മാനവികതയുടെ മാതൃകയാവുകയാണ് പ്രയോജകരായ പ്രവാസികൾ. നവോത്ഥാന യുഗത്തിലേക്ക് ഒമാനെ കൈപിടിച്ചുയർത്തി സുൽത്താൻ ഖാബൂസ് ബിൻ സെയ്ദ് ചരിത്രത്തിലേക്ക് പിൻവാങ്ങുമ്പോൾ വേദനയോടെ ഇന്ത്യക്കാർ. 50 വർഷത്തെ ഭരണത്തിൽ ഒമാനൊപ്പം വളർന്നവരിൽ മുൻനിരയിലായിരുന്നു ഇന്ത്യക്കാർ. സത്യസന്ധരും കഠിനാധ്വാനികളുമായ ഇന്ത്യൻ സമൂഹം ഒമാന്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ചതായി സുൽത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാമൂഹിക സാമ്പത്തിക മേഖലകളിലെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സുൽത്താൻ ഖാബൂസ് ഇന്ത്യയെ ചേർത്തു നിർത്തി. അതാണ് സുൽത്താൻ ഖാബൂസ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.